ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസക്കാലമാകാൻ തുടങ്ങുന്നല്ലേ. ഇനി മെയ് മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റും എന്നതാണ്. സാധാരണ എല്ലാ മാസങ്ങളിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ പച്ചമുളക്. കണ്ടോ, പലതരത്തിലുള്ള പച്ചമുളക് ഞാനിവിടെ നട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് മാറി നിൽക്കുകയായിരുന്നു. കൃഷിയൊന്നും അതുപോലെ വലിയ രീതിയിലൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാൽ ആ സമയത്തും നമുക്ക് നേരത്തെ നട്ടുവെച്ചിട്ടുള്ള പച്ചമുളകിൽ നിന്നൊക്കെ നിറച്ച് നമുക്ക് കായ്ഫലം കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടു വെച്ചാലും നമുക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുമ്പോഴാണെങ്കിലും നമുക്കതിനെ ഒന്ന് ചെറിയ രീതിയിൽ പരിപാലിക്കാൻ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമുക്കിതൊക്കെ കാണുമ്പോഴൊന്ന് പ്രത്യേക ഓരോ സന്തോഷമൊക്കെ തോന്നുന്നത് അല്ലേ. ഇതേ കണ്ടോ, ഇപ്പോൾ ഈ പച്ചമുളക് കണ്ടോ എല്ലാം പൂത്ത് നിൽക്കുന്നത് കണ്ടോ. ഇതിൽ നിന്ന് വേണ്ട ഇപ്പോഴും കായ്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ നിറച്ച് കായ്ച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇനിയും നടാനുള്ള സമയം ഇതുവരെ നട്ടിട്ടില്ലാത്തവർക്ക് ഇനിയും നടാനുള്ള സമയമാണ്. ഒരുപാട് കായ്ച്ചു എന്നിട്ട് ആ ചെടി അങ്ങ് മുരടിച്ച പോലെ ആയിട്ടുണ്ട്, കായ്ഫലം കുറഞ്ഞു എന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ മണ്ടയൊക്കെ ഒന്ന് ഒടിച്ചു വിടുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ, അതായത് പ്രൂൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ ചെറിയ മഴയൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ നന്നായിട്ട് പന്തലിച്ച് വന്നിട്ട് നമുക്കതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ടും പറ്റും. എന്തിനാ ഇത്രയധികം പച്ചമുളകൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് തോന്നും. കുറഞ്ഞ ഒരു 4-5 മൂട് തൈയെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കി വരുന്നത് ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് കൂടെ പറയാം. നാരങ്ങ അച്ചാർ നമ്മൾ സാധാരണ ഇടുമല്ലോ, അതുപോലെ തന്നെ ഞാൻ പച്ചമുളക് അച്ചാർ ഇടും. അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചമുളക് കൂടുതലായിട്ട് എടുക്കും, എന്നിട്ടൊരു 2-3 നാരങ്ങ മാത്രം അതിനകത്ത് കട്ട് ചെയ്തിടും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പച്ചമുളക് അച്ചാറെന്ന് പറയാം, എന്നാൽ നാരങ്ങയും കൊണ്ട് അതിനകത്തിടും. വെള്ളയ്ക്കാണ് ഇടുന്നത്. അപ്പോൾ അച്ചാറിടാൻ അറിയാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പച്ചമുളക് കൊണ്ട് അങ്ങനെയും ഒരു സൂപ്പറായിട്ടൊരു അച്ചാർ ഉണ്ടാക്കാം. ഇവിടെ തന്നെ നമ്മളൊരു 5-6 ഗ്രോ ബാഗിനകത്ത് പലതരത്തിലുള്ള മുളകുകൾ വെച്ചിട്ടുണ്ട്. ഉണ്ടമുളകും അതുപോലെ കാന്താരി, അതുപോലെ തന്നെ ഈ മുളക് കണ്ടോ എന്ത് രസമുണ്ട്. കണ്ടോ, ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുമ്പോൾ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ കൊണ്ടുവച്ചാൽ ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. അടുത്തായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പയർ. പലതരത്തിലുള്ള പയറുണ്ട്. നീളം പയർ, കുറ്റിപ്പയർ, ചുവന്ന പയർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വൈജയന്തി പയർ, ഏത് പയർ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റും. പയർ നമുക്കിത് ഇതുപോലെ ചെറിയൊരു പന്തലിൽ പടർത്തി കൊടുക്കാം, അല്ലെങ്കിൽ കമ്പ് നാട്ടി അതിൽ കൊടുക്കാം. വളരെ കുറച്ച് സ്ഥലത്തു നിന്നാണെങ്കിലും കുറച്ച് രീതിയിലാണെങ്കിലും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും, നമ്മുടെ സൗകര്യാർത്ഥം. അത് പറയാൻ കാരണം നമുക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും പിന്നെ നമ്മുടെ ഒരു 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റിനകത്തൊക്കെ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ടാണെങ്കിലും ഇത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിളവൊക്കെ ലഭിക്കും. അപ്പം മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് ഉണ്ടാകുന്നതാണ് കുറ്റിപ്പയർ. അതുപോലെ മെയ് മാസത്തിൽ നമ്മൾ നട്ട് വെച്ച് തുടങ്ങുവാണെങ്കിൽ ആ ജൂണൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് വാളരിപ്പയർ, പീച്ചിൽ, ചുരയ്ക്ക, അതും പടവലങ്ങ. ഇതൊക്കെ നമുക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വെണ്ട ഏറ്റവും കൂടുതൽ മഴ സമയത്താണ് കൃഷി ചെയ്യുന്നതെങ്കിലും എല്ലാ സമയത്തും നമുക്ക് വെണ്ട നടാവുന്നതാണ്. ഇപ്പോഴും മെയ് മാസത്തിൽ നമുക്ക് വെണ്ട നടാം. പിന്നെ വെണ്ടയിൽ വരുന്നൊരു പ്രധാന പ്രശ്നം എന്താ, ഇലചുരുട്ടി പുഴുതേ കണ്ടോ. ഇത് നമ്മൾ വന്ന് നോക്കി ഇതിനെ കൊന്നു കളഞ്ഞില്ലെങ്കിൽ അത് ആ ചെടി മൊത്തം നശിപ്പിക്കും. കണ്ടോ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചീര നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇടയ്ക്ക് മഴയുള്ളത് കൊണ്ട് തന്നെ ചെറിയ കീടാക്രമണങ്ങളൊക്കെ ഉണ്ടാകും. പച്ചച്ചീരയും ചുമന്ന ചീരയും കൂടെ ഒന്നിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ കീടാക്രമണത്തിൽ നിന്നെല്ലാം ചീരയെ സംരക്ഷിക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് തക്കാളി. ചൂട് സമയത്താണ് ഏറ്റവും നന്നായിട്ട് തക്കാളി നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നത്. എന്നാൽ നമ്മൾ ഇത് കണ്ടു, ഈ ഷെയ്ഡിൽ മഴ സമയത്തും ഇവിടെ തക്കാളി നട്ട് നിറച്ച് കായ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെയ് മാസത്തിൽ കാലാവസ്ഥ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രവചിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിൽ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പോൾ തക്കാളി ചീഞ്ഞു പോകാനൊക്കെ, കായ വന്നതിന് ശേഷം ചീഞ്ഞു പോകാനുള്ള സാധ്യത, അതിനകത്ത് പുഴു വരാനൊക്കെയുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തക്കാളി കൃഷി ചെയ്യുന്നത് ഞാൻ ഇപ്രാവശ്യം ഇതുപോലെ ഇവിടെ തന്നെ ഈ ഷെയ്ഡിൽ തന്നെയാണ്, പറമ്പിലധികം കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ തക്കാളി കൃഷി നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പം ഈ തക്കാളി നമ്മൾ നട്ടിരിക്കുന്നത് കിഴക്കുവശത്താണ്. അതുകൊണ്ട് രാവിലെ അത്യാവശ്യത്തിനുള്ള വെയിൽ ഇതിന് കിട്ടുകയും ചെയ്യും. തക്കാളിക്ക് പൊതുവെ വെയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് രാവിലത്തെ കുറച്ച് നേരത്തെ വെയിലെങ്കിലും കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്കുള്ള തക്കാളി ഇങ്ങനെയും വിളവെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് വഴുതന നമുക്ക് ഞാൻ എല്ലാ സമയത്തും കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ വഴുതന കൃഷി ചെയ്തിട്ടില്ലാത്തവർ ഇനിയാണെങ്കിലും ചെയ്തു. ഇതൊക്കെ കണ്ടു, ഇത് കുറച്ച് നാൾ മുമ്പുള്ളതാണ്. ഇതിൻ്റെ കായ് ഏകദേശം കഴിഞ്ഞു. ഇതിനൊക്കെ ഇനി നമുക്ക് പ്രൂൺ ചെയ്ത് വിടാം. അതുപോലെ തന്നെ പച്ചവഴുതനയുണ്ട് ഇവിടെ. നമുക്ക് ഇനിയാണേലും വഴുതന നട്ടുപിടിപ്പിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 4 കൊല്ലം വരെ തുടർച്ചയായിട്ട് നമുക്ക് വിളവ് തരും. ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തത് കിളിർത്ത് വരേണ്ട താമസം അത്രേ ഉള്ളൂ. പിന്നെ പാവൽ ഇത് നമ്മളുടെ
കുഞ്ഞു പാവല, കാട്ടുപാവലെന്നോ ഔഷധപ്പാവലെന്നോ ഉണ്ടപ്പാവലെന്നോ ഒക്കെ പറയും. ഇത് കണ്ടോ, ഇത് ഈ വഴുതനയെ തന്നെ കായ പിടിച്ചെടുക്കുന്നത്. ഇത് വലിയ പടർന്ന് പന്തലിച്ചൊന്നും വരേണ്ട കാര്യമില്ല. ഇത് നമുക്കിവിടെ എപ്പോഴും ഉള്ളതാണ്. അതുപോലെ സാധാരണയായിട്ടുള്ള പാവലും നമുക്കിപ്പോൾ നടാവുന്ന ഏത് തരം പാവലും നമുക്കിപ്പം നടാവുന്നതാണ്. അതുപോലെ നിത്യവഴുതനങ്ങയൊക്കെ നടാൻ പറ്റുന്ന സമയമാണിപ്പം. പിന്നെ ഇതുവരെ ചേനയും ചേമ്പും ഒന്നും നട്ടിട്ടില്ലാത്തവർക്ക് ഇനിയാണേലും സമയമുണ്ട്. ചേനയും ചേമ്പും കാച്ചിലും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ആണെങ്കിലും നമുക്കിനി നടാവുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം നിങ്ങളെല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിക്കുക. ഓരോ മൂടോ 2 മൂടോ വെച്ചാണെങ്കിലും അത്യാവശ്യം നമ്മുടെ അടുക്കളയായിട്ടുള്ളത് നമുക്ക് കിട്ടും ഇല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.